ഹലോ, ഞാൻ ഇപ്പോൾ ചെന്നൈയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഈ വീടെടുത്തിട്ട് ഒരാഴ്ച ആയി. എനിക്കിപ്പോഴാണ് എഡിറ്റാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാ പ്രിയദർശിനി ബസ്സിലാട്ടോ ഞാൻ കയറുന്നത്. അപ്പോൾ ടിക്കറ്റ് കാണാത്തവരൊക്കെ ഇതാ കണ്ടുപിടിക്കും കേട്ടോ. ആ തലശ്ശേരിക്കുള്ള ടിക്കറ്റാട്ടോ എടുത്തത്. അപ്പോൾ ഇതാ ഞാൻ തലശ്ശേരിയിലെത്തി. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇതാണ് നമ്മളെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അങ്ങനെ എന്താക്കി കുറച്ച് റീലൊക്കെ എടുത്തിട്ടോ ബോറടിച്ചപ്പോൾ. കാരണം ട്രെയിന് വെയിറ്റ് ചെയ്യല്ലേ കുറേ നേരമായിട്ട്. അങ്ങനെ ഒടുവിൽ നമ്മൾ ട്രെയിൻ എത്തി. AC കോച്ചാട്ടോ നമ്മൾ എടുത്തത്. അപ്പോൾ സ്ലീപ്പറിൻ്റെ അത് കൂടെയാണ് പോയത്. കാരണം ട്രെയിൻ വേഗം വിടുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയത്. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ ആട്ടോ പോയത്. ഫ്രണ്ടിലുള്ളത് എൻ്റെ ഉമ്മനെ. അങ്ങനെ ഗൈസ് അവിടെ AC കോച്ചിൽ ഇരുന്ന് കുറച്ച് നേരം. അങ്ങനെ എന്താക്കി ബോറടിച്ചപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് മിറർ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അതിങ്ങനെ കൂടി കാണിച്ചു തരാൻ വിചാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് പോയി ഇരുന്ന് ഞാൻ കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താക്കി ഉറക്കം വന്ന്. അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ വരാം. അങ്ങനെ എണീച്ച് കണ്ണൊക്കെ തുറന്ന് എണീക്കാൻ തോന്നുന്നില്ല. അമ്മ വിളിച്ച് അങ്ങനെ ഷൊർണൂർ എത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. സെറ്റായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു. ട്രെയിനത്തെ ഫുഡല്ല കേട്ടോ അത്, നമ്മൾ കൊണ്ടുപോയതാണ് വാങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ കേക്ക് കഴിച്ചു. പക്ഷേ കേക്കിൻ്റെ ഉള്ളത്തെ ഒരു ബോക്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എല്ലാവരും അടിപൊളി കേട്ടോ. കളയാൻ തോന്നില്ല, പക്ഷെ എന്നാലും ഞാൻ കളഞ്ഞ്. അങ്ങനെ എന്താക്കി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും പാലക്കാട് ജംഗ്ഷനിലെത്തി. അയ്യോ, അങ്ങനെ എന്താക്കി നിങ്ങൾ കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ എടുത്ത്. അപ്പോൾ നമ്മൾ കണ്ടോളി. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഉള്ളിൽ പറയുമ്പം ടീച്ചറും പോലീസ് എല്ലാവരും വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ആ സീറ്റിൽ. പിന്നെ കുറച്ച് സ്ഥലം എത്തിയപ്പോഴാണ് നല്ല തിരക്ക് വന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അമ്മച്ചി മാങ്ങയും പിന്നെ പൈനാപ്പിളും കൂടി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താക്കി അത് വാങ്ങി കഴിച്ച് ഇപ്പോൾ ഒരു രാത്രി ആകുമ്പോഴത്തേക്കും പൊറാട്ടയും നല്ല ബീഫ് കറിയും കഴിച്ചു. സെറ്റായിരുന്നു കേട്ടോ കഴിച്ചപ്പോൾ. അങ്ങനെ അത് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കും കൊടുമുടി എന്ന സ്ഥലത്തെത്തി. നല്ല രസമുണ്ടല്ലേ കാണാൻ, എന്ത് മനോഹരം. അങ്ങനെ എന്താക്കി ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങാൻ കരുതി. അപ്പോൾ ഗൈസ് ഞാൻ ഉറങ്ങിയിട്ട് വരാം കേട്ടോ. ഓക്കേ. അങ്ങനെ ഗൈസ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ 2-2:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇറങ്ങുന്നു, ചാടി ഇറങ്ങുന്നു. അങ്ങനെ ആ ട്രെയിന് പിന്നെ അവിടുത്തെ വീഡിയോസൊക്കെ എടുത്ത് ചുമ്മാ ഓരോ രസത്തിന്. ചെങ്കൽപ്പേട്ട കേട്ടോ, ചെന്നൈയിലല്ല ചെങ്കൽപ്പേട്ടയിലാട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും തറയിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, മനുഷ്യന്മാരായാലും നായ്ക്കളായാലും. അങ്ങനെ ഓട്ടോയിൽ പോയി. അവിടുന്ന് കുറച്ച് പോവാണ്ട് എന്തായാലും ഓട്ടോറിക്ഷയിൽ. കൊള്ളായിരുന്നു എന്തായാലും, യാത്രയൊക്കെ സുഖമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ